മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി കൊല്ലത്ത് നടക്കും. 2000-ഓളം തൊഴിലാളികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9:30 മുതൽ ആശ്രാമം യൂനിസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ, സാംസ്കാരിക പ്രവർത്തകർ, ആദിവാസി വിഭാഗം എന്നിവരുമായൊക്കെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുമായി സംവദിച്ച് അവരിൽ നിന്നും ആവശ്യമായ നിർദ്ദേശങ്ങളും പരാതികളും ഒക്കെ സ്വീകരിച്ചാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് തൊഴിലാളികളുമായി മുഖാമുഖത്തിന് മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? നിബീഷ്, തൊഴിലാളിയുടെ ആവശ്യങ്ങളും തൊഴിൽ മേഖലയിലെ പുരോഗതിക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുഖാമുഖം പരിപാടി കൊല്ലം ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടിയാണ്. ഈ യൂണിസ് കൺവെൻഷൻ സെന്ററിലാണ് ഈ മുഖാമുഖം പരിപാടി നടക്കുന്നത്. 2000-ഓളം തൊഴിലാളികളാണ് ഈ വിവിധ തൊഴിൽ മേഖലകളിൽ സവിശേഷ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ തൊഴിലാളികളിൽ നിന്നുള്ള ഈ കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ കശുവണ്ടി മേഖലയും കയർ മേഖലയും കൈത്തറി മേഖലയും എല്ലാം തകർന്നു നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മുഖാമുഖം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന്, അതായത് കൈത്തറി മേഖലയിൽ നിന്നുള്ളവർ തന്നെ ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരു മേഖല തന്നെയാണ് കൊല്ലത്തെ സംബന്ധിച്ച് കൈത്തറി മേഖല. ഈ പരിപാടിയിൽ മന്ത്രി ശിവൻകുട്ടിയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. 9:30 മണിക്ക് തുടങ്ങുന്ന പരിപാടി 1 മണി വരെയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ നീളാനും സാധ്യതയുണ്ട്. ഈ മന്ത്രിമാരായ KN ബാലഗോപാല്, KB ഗണേഷ് കുമാർ, J ചിഞ്ചുറാണി, M മുകേഷ് MLA എന്നിവരാണ് ഈ പരിപാടിയുടെ മുഖ്യാതിഥികൾ. എന്തായാലും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് തൊഴിലാളികളും ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട 40 പേർ കൂടി വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരവും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുമായുള്ള ഈ മുഖാമുഖം പരിപാടി തൊഴിൽ മേഖലയ്ക്ക് കൂടുതൽ ഊർജം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലിജീഷ്.